കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷാവസാനം ഡിസ്കൗണ്ട് സീസണുകളാണ്. എല്ലാ വാഹന നിർമ്മാതാക്കളും കാറിന്റെ വിലയിൽ വൻ ഇളവുകളാണ് സാധാരണ വാഗ്ദാനം ചെയ്യാറുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ മികച്ച വിലക്കിഴിവാണ് കാറുകൾക്ക് കമ്പനികൾ നൽകി വന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഡിമാൻഡ് ശക്തമാണ് എന്നത് മാത്രമല്ല, ഡിസ്കൗണ്ട് നൽകി വിറ്റൊഴിവാക്കാൻ മാത്രം കാറുകൾ സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ കാറുകൾ വാങ്ങാൻ ഓഫറുകളും ഇനി ഒത്തിരി ഉണ്ടാകും. പക്ഷേ ഡിസ്കൗണ്ടുകളൊന്നും പ്രതീക്ഷിക്കേണ്ട. നവംബറിൽ ആഭ്യന്തര വിപണിയിൽ കാറിന്റെ വിൽപ്പന വളരെ ശക്തമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാ കാർ നിർമ്മാതാക്കളും റെക്കോർഡ് വിൽപ്പനയാണ് നേട്ടം കൈവരിച്ചത്. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളെ കാർ വിപണിയിലേക്ക് ആകർഷിച്ചത് ദീപാവലി ആഘോഷവും GST ഇളവുമായിരുന്നു. GSTയുടെ നിരക്ക് കുറച്ചതോടെ ചെറിയ കാറുകൾ വരെ താങ്ങാനാവുന്ന വിലയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇത് വിൽപ്പന വർദ്ധിക്കാൻ വലിയ രീതിയിൽ കാരണമായെന്നാണ് കാർസ് 24 സ്ഥാപകനും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമായ ഗജേന്ദ്ര ജംഗിത് പറഞ്ഞത്. കഴിഞ്ഞ ഉത്സവ സീസണിൽ 85 ദിവസം കൊണ്ട് വിൽക്കാനുള്ള സ്റ്റോക്കുകളാണ് ഓരോ കാർ ഡീലർമാർക്കും വെല്ലുവിളിയായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ വെറും 50 ദിവസം കൊണ്ട് വിറ്റു തീർക്കാവുന്ന സ്റ്റോക്ക് മാത്രമേ ബാക്കിയുള്ളൂ എന്നതും കൗതുകമായിരുന്നു. അതായത് വിലക്കുറവ് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വർഷത്തെ സ്റ്റോക്കുകളെല്ലാം ഡീലർമാർ വിറ്റു തീർക്കും എന്നുള്ള വിലയിരുത്തലുകൾ. ഡിമാൻഡ് ശക്തമാണെങ്കിൽ ഡിസ്കൗണ്ട് കുറയും എന്നും ഒരു വിഭാഗങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കോമ്പാക്ട് SUVകൾ പോലെ മികച്ച ഡിമാൻഡുള്ള വാഹനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇളവുകൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതേസമയം പഴയ ബോഡി സ്റ്റൈൽ ഉള്ളതും ജനപ്രിയമല്ലാത്തതുമായ മോഡലുകളാണെങ്കിൽ വിലക്കുറവിൽ ലഭിക്കാനും സാധ്യതയേറെയാണ്. ഡിസംബറിൽ കാറ് വാങ്ങാൻ ഉപഭോക്താക്കൾ ഏറ്റവും മടി കാണിക്കുന്നതിന്റെ കാരണം പുതുവർഷം വരുമ്പോൾ പുതിയ മോഡലുകൾ വിപണിയിൽ എത്തും എന്നതാണ്. എന്നാൽ ഡിസംബറിൽ രജിസ്റ്റർ ചെയ്ത കാർ വിൽക്കുമ്പോൾ ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത കാറിനേക്കാൾ വില വളരെ കുറയും എന്നത് ഉപഭോക്താക്കളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഡിസംബർ ജനുവരി വ്യത്യാസങ്ങളില്ലാതെ ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ തന്നെ പുതിയ കാറുകളുടെ മൂല്യത്തിൽ ഗണ്യമായ കുറവ് വരും എന്നാണ് കണക്കുകൾ പറയുന്നത്.